എപ്പോഴും നമുക്ക് നക്ഷത്രങ്ങളാകാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. ചെയ്യാവുന്ന ചെറിയ സുഹൃതമുണ്ട്. അവരൻ്റെ ദീപനാളങ്ങളെ ഈ കൈക്കുമ്പിൾ കൊണ്ട് അണച്ചു പിടിക്കുക, കാറ്റിലുലയാത്ത വിധത്തിൽ. അതും ഒരു ഡിസംബർ വിചാരമാകുന്നത് നല്ലതാണ്. മനുഷ്യൻ്റെ ആത്മവിശ്വാസം കെട്ടുപോകുമ്പോൾ, മനുഷ്യരിങ്ങനെ ചുരുണ്ടുകൂടുമ്പോൾ, അവരവശേഷിക്കുന്ന ഒരു നാളത്തെ അണയാതെ കാക്കുക എന്നുള്ളൊരു സുഹൃതം. ഹവ്വായുടെ കാര്യം പറയുന്ന കണക്കാ. അവൾ മൂലമാണ് മരണം വന്നെന്നൊക്കെ ഒരു സങ്കല്പമുണ്ടല്ലോ. അങ്ങനെ തലകുനിഞ്ഞ് അവൾ നിൽക്കുമ്പോൾ അതുവരെ ആദം ഹവയ്ക്ക് പേരിട്ടിട്ടില്ല. സ്ത്രീയെന്ന് മാത്രമുള്ള പരാമർശനമുള്ളൂ. പക്ഷെ അതിനുശേഷം ആദം അവൾ വിളിക്കുന്ന വാക്ക് ഹവ എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം നീ ജീവനുള്ളവരമ്മേ, നീ വിചാരിക്കുന്ന കണക്ക് നിന്നെക്കൊണ്ടല്ല മരണം വന്നത്. ഈ ഒരു അപരാധത്തിൽ നീ ഒരാൾ മാത്രമല്ല കുറ്റവാളി, എല്ലാവർക്കും പങ്കുള്ളൊരു കാര്യമാണ്. അതിനകത്ത് നീ ഇത്രയും തകർന്നുകൂടാ. നിന്നിലൂടെ ഇനിയും ജീവൻ വരും. നീ ഇനിയും ജീവൻ്റെ നാളത്തെ തെളിച്ചു കൊടുക്കുന്ന അമ്മയായിട്ട് നിലനിൽക്കും. അങ്ങനെ മനുഷ്യരുടെ ആത്മവിശ്വാസത്തെയൊക്കെ അണച്ചുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ബത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, അപ്പത്തിൻ്റെ വീടാണ്. മനുഷ്യൻ്റെ എല്ലാത്തരം വിശപ്പുകൾക്കും പരിഹാരമായി മാറേണ്ട ഒരാൾ അത്തരമൊരിടത്തിൽ പിറന്നു എന്നുള്ളത് ഒരു കാവ്യഭംഗിയുള്ള ഒരു വിചാരമാണ്. നിങ്ങൾ വിശക്കുന്നവരുടെ അപ്പമായി മാറുന്നുണ്ടോ? നമ്മുടെ മറ്റൊരു വിചാരം അത് തന്നെ ആവട്ടെ. ഈ ഒരു കാലത്തിൽ മനുഷ്യൻ്റെ വിശപ്പിലേക്ക് നിങ്ങൾ എന്തുമാത്രം ഉറ്റുനോക്കുന്നു? ഒരുപക്ഷെ ഒരാൾക്ക് വേറൊരാൾ ചോദിക്കാവുന്ന ഏറ്റവും നല്ല കുശലം പോലും എന്താണ്? അത് വളരെ ലളിതമായ ഒന്നാണ്. നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ? അത് വളരെ സഹജമായിട്ട് അന്വേഷിക്കുന്ന മനുഷ്യർ ഈ ഭൂമിയിൽ ഒത്തിരി ഉണ്ട്. അവരുടെ ഗണത്തിൽ നിങ്ങളും പെടുമോ? വിശക്കുന്ന മനുഷ്യരെ കണ്ടെത്താനായിട്ട് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. വെറുതെ ഒന്ന് കണ്ണിലേക്ക് നോക്കിയാൽ മതി. അവർ ചുറ്റിനുമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഇതത്ര ഭേദപ്പെട്ടൊരിടമോ, ഇതത്ര മനുഷ്യർ ആഘോഷങ്ങളിൽ തിമിർത്ത് ജീവിക്കുന്ന ഇടമൊന്നുമല്ല. അത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്ക്രീൻ സേവറിൽ മാത്രം കാണുക. നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്ന കണക്ക് അതങ്ങനെ ഒരു ചിത്രം മാത്രമാണ്. ആ ചിത്രം മാറുമ്പോഴേക്കും ജീവിതത്തിൻ്റെ വലിയ ദാരിദ്ര്യത്തിൻ്റെ കഥകൾ ചുറ്റിനുമുണ്ട്. നമുക്ക് സുഹൃത്തുക്കൾ പൂക്കാനുള്ള കാലമായിട്ട് ഈ ആഗമന കാലത്ത് എടുക്കുകയാണെങ്കിൽ ആ വിശപ്പുമായി ബന്ധപ്പെട്ട ചില വിചാരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോയാൽ നല്ല. ഭക്ഷണത്തെ കുറച്ചുകൂടി ആദരിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഒരു വെറ്റ് പോലും കളയാതെ വെക്കെ. ഒരു 2 വെറ്റ് ചോറെന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കുട്ടിയുടെ അത്താഴമാണെന്നൊരു ഓർത്താന്നല്ല. ചിലപ്പോൾ അത് മതിയായിരിക്കും. 2 വെറ്റ് കൊണ്ടൊക്കെ കുഞ്ഞുങ്ങളുടെ വയറ് നിറയുന്നില്ലേ? അപ്പം അത്തരമൊരു പരിഗണന ഏതൊരു കാര്യത്തിലും ഇങ്ങനെ ഭക്ഷണത്തെ പരാതി പറയാതിരിക്കാനായിട്ടൊരു പരിശീലനം കുഞ്ഞുങ്ങൾക്ക് കൊടുത്താന്നല്ല. അവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താന്നല്ല. ഇപ്പോൾ കുഞ്ഞ് പറയുന്നു മുട്ട റോസ്റ്റ് ഇഷ്ടമല്ല. ഒരു 20 മിനിറ്റെങ്കിലും സമയമെടുത്തിട്ടാണ് അതിനകത്ത് ഇങ്ങനെ സവാള വാട്ടിയെടുക്കണം. ഒരു സ്ത്രീ ഒരു അരമണിക്കൂറോളെങ്കിലും അടുപ്പ് പാചകത്തിനടുത്ത് ഇങ്ങനെ തീ കൊണ്ടിട്ടാണ് ഈ ഒരു ചെറിയ വിഭവം മുമ്പിലേക്ക് വരുന്നത്. എളുപ്പമല്ല ആ പാചകവും, എളുപ്പമല്ല ഈ ഭക്ഷണ മേശയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ആദരവ് പുലർത്താനായിട്ട് ഓർമ്മിപ്പിക്കാന്നല്ല. യേശുവുടനീളം ആ ഭക്ഷണത്തോട് പുലർത്തിയൊരു ശ്രദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ജൈറസിൻ്റെ മകളെയൊക്കെ ഉയർപ്പിച്ചതിന് ശേഷവും പറയുന്നത് തന്നെയാണ്, ബാലിക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണമേ. ബത്ലഹേമിൻ്റെ ഓർമ്മ ഇങ്ങനെ ചുറ്റിനും നിറയുമ്പോൾ, ബത്ലഹേമിലെ കുഞ്ഞിനെക്കുറിച്ച് കരോൾ സംഘങ്ങൾ പാടിത്തിമർക്കുമ്പോൾ ഭൂമിയുടെ വിശപ്പുകളെക്കുറിച്ച് ഓർത്താൽ നല്ലതാണ്. മുഴുവൻ ഭൂമിയുടെയും വിശപ്പിനെ കെടുത്താനായിട്ടൊന്നുമുള്ള വിഭവങ്ങളൊന്നും ഒരാളുടെ കൈവശമില്ല. പക്ഷേ തൻ്റെ പരിസരത്തിൽ, തൻ്റെ ശബ്ദം കേൾക്കാവുന്നിടത്തിൽ, തൻ്റെ ശ്രദ്ധ കിട്ടാവുന്ന ഇടങ്ങളിലുള്ള മനുഷ്യരുടെ വിശപ്പിനെക്കുറിച്ച് ഒരു ധാരണയും ആകുലതയൊക്കെ വേണം. ഓർമ്മയുണ്ടല്ലോ നമുക്ക് അങ്ങനെ ഒരു ആചാരം, രാത്രി കിടക്കുന്നതിനേക്കാൾ മുമ്പേ
ഇങ്ങനെ അത്താഴപ്പണ്ടിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ആചാരത്തെക്കുറിച്ച് ഈ ദേശത്തിൻ്റെ വളരെ കേളികേട്ട ചില പാരമ്പര്യങ്ങളില്ലേ? അത്രയേ ഉള്ളൂ. എൻ്റെ ഒച്ച കേൾക്കാവുന്ന, എൻ്റെ സ്വരം കേൾക്കാവുന്ന ഇടങ്ങളിലെങ്കിലും ഒരാളിങ്ങനെ ഈ രാത്രി പട്ടിണി കടന്നുകൂടാ. ഗ്രിഗറി ദ ഗ്രേറ്റ് എന്ന് പറയുന്ന പോപ്പ് റോമിൽ ഒരാൾ പട്ടിണി കിടന്ന് മരിച്ചു. അത് വൈകിയാണ് ഈ മാർപ്പാപ്പ അറിയുന്നത്. തനിൻ്റെ ഒരു പരിസരത്തിൽ, തൻ്റെ കണ്ണെത്താവുന്ന ദൂരത്തിൽ ഒരാൾ പട്ടിണി കിടന്ന് മരിച്ചു എന്നുള്ളതിനകത്ത് സങ്കടപ്പെട്ട ഇദ്ദേഹം കുറേ ദിവസങ്ങളിലേക്ക് ഇങ്ങനെ കൂദാശകളിലേക്ക് സ്വയം പ്രവേശിച്ചില്ല. ആ അനുതാപത്തിലും ദുഃഖഭാരത്തിലും ഹൃദയം കടുത്ത് ഇങ്ങനെ മൗനത്തിലും ധ്യാനത്തിലും ഒക്കെ ഇങ്ങനെ ദിവസം ചെലവഴിച്ചു. മനുഷ്യർക്ക് വിശക്കുന്നുണ്ട്. അവസാനം വരെ ആ വിശപ്പിനോട് അവിടുന്ന് ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. ഉദ്ധാനത്തിന് ശേഷം പോലും അവിടുന്ന് അവരെ വിളിക്കുന്നത് കേട്ടില്ലേ, വരൂ വന്ന് പ്രാതൽ കഴിക്കും. ക്രിസ്മസിന് ഒരുപക്ഷെ എന്ത് വിളമ്പണമെന്നതിനെക്കുറിച്ച് പോലും അമ്മമാർ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. ഒത്തിരി അതിഥികളുമൊക്കെ ഉണ്ടാകും. അതിനിടയിൽ ആ പഴയൊരു ആചാരം ഓർമ്മിച്ചാൽ നല്ലതാണ്. ഒരു തിരുക്കുടുംബത്തെ വിളിക്കുക. നാട്ടുമ്പുറങ്ങളിൽ അങ്ങനെ രീതി ഉണ്ടായിരുന്നു. ഒരു ദരിദ്ര കുടുംബം കൂടി നമ്മളോടൊപ്പം ഭക്ഷണത്തിനിരിക്കുക. ഒന്നല്ല, നമുക്കാകാവുന്ന അത്രയും. അല്ലെങ്കിൽ അവിടുന്ന് പറയുന്ന ഈ വിധിമൊഴി കൂടി നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. എനിക്ക് നിങ്ങളുടെ വിരുന്നുകളോട് ഇഷ്ടമില്ല. ഇപ്പോൾ വിരുന്നുണ്ണുന്നവരെ നിർഭാഗ്യവാന്മാർ.